പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. ഓണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. തൃശൂരിൽ നാലോണ നാളിൽ നടക്കുന്ന പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി. പുലിക്കളിക്ക് ഇത്തവണ 9 സംഘങ്ങൾ. 3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിലിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കയ്പമംഗലം സ്വദേശിനി മരിച്ചു. ദേശീയപാത പട്ടിക്കാട് മേൽപ്പാതയിൽ പിക്കപ്പ് വാനിന് പിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിവാദം അവസാനിച്ചതായും ഇനി ചർച്ചയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. CPM അഹങ്കരിക്കേണ്ടതും ചില കാര്യങ്ങൾ ഉടൻ പുറത്തുവരാനുണ്ടെന്നും സതീശൻ. MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ വിജിലൻസ് കോടതിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിജിലൻസ് കോടതി മതിയായ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും വിശദവാദം കേൾക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഇന്ന് പൊന്നിൻ ചിങ്ങമാസത്തിലെ അത്തം നാൾ. മലയാളക്കര തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. ഏറെ പറഞ്ഞിട്ടും കേട്ടിട്ടും മലയാളിക്ക് മതിവരാത്തൊരു കഥയുണ്ടെങ്കിൽ അത് ഓണനാളുകളെക്കുറിച്ചായിരിക്കും. ദാനശീലനായ ഒരു മഹാരാജാവിന്റെ പത്തരമാറ്റുള്ള പ്രജാസ്നേഹത്തിന്റെ പാടിപ്പതിഞ്ഞ ശീലുകളുടെ ഐതിഹ്യ പെരുമയാണിത്. അത്തം മുതൽ മലയാളക്കരയാകെ കേട്ടുതുടങ്ങും ആ താളം. നാട്ടുവഴികളും നഗരവീഥികളും അണിഞ്ഞൊരുങ്ങുകയാണ്. വീട്ടുമുറ്റങ്ങൾ പൂക്കളങ്ങളാൽ നിറച്ചാർത്തണിയും. മണ്ണിലും മനസ്സിലും ഏഴഴകിന്റെ ആഹ്ലാദമഴവിൽ ചന്തം മിഴിവേകും. ഓണവിപണിയും ഉണരുകയാണ്. വസ്ത്രഗൃഹോപകരണശാലകളിൽ തിരക്കേറുന്നു. വഴിയോര കച്ചവടക്കാർക്കും ഇത് പ്രതീക്ഷയുടെ പൂക്കാലം. ഓണനാളുകളെ വെച്ച് ഭയങ്കര പ്രതീക്ഷയാണ്. എത്ര നാളും മഴയൊക്കെയായിരുന്നു. ഈ മഴ മാറി നല്ല കാലാവസ്ഥയിൽ നിൽക്കുന്നത്, നല്ല രീതിയിൽ കച്ചവടം കിട്ടുന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. അത്തം 10 തിരുവോണമാണ്. ആ കാത്തിരിപ്പിനും ഒരുക്കത്തിനും അകമ്പടിയായി മനുഷ്യരെല്ലാം ഒന്നായി നിന്ന കള്ളവും ചതിയുമില്ലാത്ത ഒരു മാവേലി നാടിന്റെ തുടിപ്പാട്ടുകളുണ്ട്. പുലരികളിൽ നിറയുന്ന പൂവഴകിന്റെ നിറമിഴി ചന്തമുണ്ട്. ആഹ്ലാദ പൂത്തിരിയുമായി നല്ലൊരു നാളെയിലേക്ക് കാൽവയ്ക്കാമെന്ന ആത്മവിശ്വാസത്തിന്റെ ആരുറപ്പുമുണ്ട്. ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കരിമേഘങ്ങളൊക്കെ നീങ്ങട്ടെ. ഉത്സവാരവങ്ങളുടെ നിറങ്ങളിൽ നീരാടി മനസ്സിന്റെ പൂമുഖത്ത് ശുഭപ്രതീക്ഷയുടെ 7 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി നമുക്ക് ഓണനാളുകളെ വരവേൽക്കാം. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം KB ലിബീഷ്, TCV ന്യൂസ്, തൃശൂർ. തൃശൂർ തെക്കേ ഗോപുരനട സായാഹ്ന സൗഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഇത്തവണയും അത്തപ്പൂക്കളം ഒരുക്കി. സാംസ്കാരിക നഗരി ഓണാഘോഷത്തെ വരവേറ്റു. തൃശൂർ തെക്കേ ഗോപുരനട സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ 18ാമത് അത്തപ്പൂക്കള സമർപ്പണത്തിന് P. ബാലചന്ദ്രൻ MLA കൊടിയേറ്റി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ദീപം തെളിയിച്ച് പൂക്കളം സമർപ്പിച്ചു. സംഘടക സമിതി ചെയർമാൻ M. K. കണ്ണൻ അധ്യക്ഷത വഹിച്ചു. P. ബാലചന്ദ്രൻ MLA ഓണസന്ദേശം നൽകി. ACP സലീഷ് N. ശങ്കർ, സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഷോബി T. വർഗീസ്, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചെണ്ടമേളങ്ങളും കുമ്മാട്ടിക്കൂട്ടങ്ങളും ആഘോഷങ്ങൾക്ക് അകമ്പടിയേകി. ഭക്തജനങ്ങൾക്ക് പുറമെ പ്രഭാത സവാരിക്കാർ, മധ്യാഹ്നങ്ങളിൽ മൈതാനത്ത് വിശ്രമം തേടിയെത്തുന്നവർ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ, മൈതാനത്തെ ചീട്ടുകളി സംഘങ്ങൾ, സായാഹ്നങ്ങളിൽ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നവർ തുടങ്ങി വലിയൊരു ജനാവലിയാണ് പൂക്കളം ഒരുക്കുന്നതിൽ പങ്കാളികളായിരിക്കുന്നത്. ചെണ്ടുമല്ലി, മന്ദാരം, ജമന്തി, തുളസി തുടങ്ങിയ വിവിധ ഇനങ്ങളായ 1500ഓളം കിലോ പൂക്കൾ ഉപയോഗിച്ചാണ് 60 അടി വലുപ്പമുള്ള ഭീമൻ അത്തപ്പൂക്കളം തയ്യാറാക്കിയത്. TCV ന്യൂസ്, തൃശൂർ. നാലോണ നാളിൽ തൃശൂരിലെ പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി. നടുവിലാലിൽ മേയർ M. K. വർഗീസ് കൊടിയേറ്റ് നിർവഹിച്ചു. ലോകമലയാളികൾ കാത്തിരിക്കുന്ന തൃശൂരിന്റെ സ്വകാര്യ അഹങ്കാരമാണ് പുലിക്കളിയെന്ന് മേയർ M. K. വർഗീസ് പറഞ്ഞു. പുലിക്കളി മഹോത്സവത്തിന്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കോർപ്പറേഷൻ ഭരണസമിതിയുടെ അവസാനത്തെ പുലിക്കളി വളരെ ഭംഗിയായി നടത്തുമെന്നും മേയർ പറഞ്ഞു. ഡിവിഷൻ കൗൺസിലർമാരായ പൂർണിമ സുരേഷ്, AK സുരേഷ്, പുലിക്കളി സംഘം ജനറൽ കൺവീനർ രാഹുൽ നാഥ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോലഴി പൂമ്പാറ്റ ടീമിന്റെ ചെണ്ടമേളവും കൊടിയേറ്റത്തിന് അകമ്പടിയായി. ഇത്തവണ 9 പുലിക്കളി ടീമുകളാണുള്ളത്. അയ്യന്തോൾ, കുട്ടൻകുളങ്ങര, സീതാറാമിൽ, ചക്കാമുക്ക്, വിയ്യൂർ, പാട്ടുരായ്ക്കൽ, ശങ്കരൻകുളങ്ങര, വെളിയന്നൂർ, നായ്ക്കനാൽ എന്നീ സംഘങ്ങൾ നാലോണ നാളിൽ നഗരം കീഴടക്കാനിറങ്ങും. 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വെളിയന്നൂർ പുലിക്കളി സംഘം ഇറങ്ങുന്നത്. 2012 നടന്ന പുലിക്കളിയിൽ വെളിയന്നൂർ ദേശം നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു. ഒന്നിനൊന്ന് വീറും വാശിയോടെയുമാണ് ഇത്തവണ ഓരോ പുലിക്കളി സംഘവും നഗരത്തിലിറങ്ങാൻ തയ്യാറെടുക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ.
3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിലിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു. കയ്പമംഗലം വഴിയമ്പലം കുറ്റിക്കാട്ട് ക്ഷേത്രത്തിന് സമീപം കളപുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ 32 വയസ്സുള്ള ഐശ്വര്യയാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 പീടിക തെക്കേ ബസ് സ്റ്റോപ്പിന് സമീപമായിരുന്നു അപകടം. കാസർഗോഡ് നിന്ന് കൊച്ചിയിലേക്ക് പോയിരുന്ന ടാങ്കർ ലോറി സ്കൂട്ടറിൽ തട്ടുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് വീണ ഐശ്വര്യയുടെ ശരീരത്തിലൂടെ ലോറിയുടെ ടയർ കയറിയിറങ്ങി. കൂടെയുണ്ടായിരുന്ന ഭർതൃപിതാവ് മോഹനനും പരിക്കേറ്റിരുന്നു. പട്ടിക്കാട് പീച്ചി റോഡ് മേൽപ്പാതയിൽ പിക്കപ്പ് വാനിന് പിന്നിൽ മറ്റൊരു വാഹനമിടിച്ച അപകടം. വാഹനത്തിന്റെ ഡ്രൈവർ 1 മണിക്കൂറോളം കുടുങ്ങിക്കിടന്നു. പുലർച്ചെ 3:30 അപകടം ഉണ്ടായത്. മേട്ടുപാളയത്ത് നിന്നും തേങ്ങ കയറ്റി എറണാകുളത്തേക്ക് വരികയായിരുന്നു. വാനിന്റെ ടയർ പഞ്ചറായതിനെ തുടർന്ന് സ്പീഡ് ട്രാക്കിൽ വാഹനം നിർത്തിയിട്ടിരുന്നു. ഡ്രൈവർ ജാക്കിയെടുക്കുന്നതിനായി പുറത്തിറങ്ങിയപ്പോഴാണ് മറ്റൊരു വാഹനം ഇടിച്ചു കയറിയത്. നാഗപട്ടണത്ത് നിന്നും വാടാനപ്പള്ളിയിലേക്ക് ചെമ്മീൻ കയറ്റി വരികയായിരുന്നു പിക്കപ്പ് വാനാണ് ഇടിച്ചു കയറിയത്. പിന്നീടിടിച്ച പിക്കപ്പ് വാനിന്റെ ഡ്രൈവറാണ് 1 മണിക്കൂറോളം വാഹനത്തിൽ കുടുങ്ങിക്കിടന്നത്. തുടർന്ന് തൃശൂരിൽ നിന്നും ഫയർഫോഴ്സും പീച്ചി പോലീസും ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. ഡ്രൈവർ നാഗപട്ടണം സ്വദേശി ചന്ദ്രകുമാറിനെ തൃശൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അവസാനിച്ചതായും ഈ വിഷയത്തിൽ ഇനി ചർച്ചയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാഹുലിനെതിരെ നടപടിയെടുത്തത് ഹൃദയവേദനയോടെയെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോപണം ഉയർന്നപ്പോൾ മുഖം നോക്കാതെ നടപടി മാർഗമാണ് മുന്നിലുണ്ടായിരുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരളം ഞെട്ടുന്ന വാർത്ത ഉടൻ ഉണ്ടാകുമെന്നും വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. CPM അഹങ്കരിക്കേണ്ടെന്നും ചില കാര്യങ്ങൾ പുറത്തുവരാനുണ്ടെന്നും സതീശൻ പറഞ്ഞു. M.R. അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ വിജിലൻസ് കോടതിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിജിലൻസ് കോടതി മജിസ്ട്രേറ്റ് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും വിശദവാദം കേൾക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. നിയമവശങ്ങൾ വിശദമായി പരിശോധിക്കും. വിജിലൻസിൽ നിന്ന് കോടതി റിപ്പോർട്ട് തേടി. ആരാണ് അന്വേഷണം നടത്തിയതെന്ന വാദത്തിനിടെ കോടതി ചോദിച്ചു. DVSP അല്ല കേസ് അന്വേഷിക്കേണ്ടത്, ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഹർജി ഹൈക്കോടതി അടുത്ത ദിവസം പരിഗണിക്കും. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ADGP M.R. അജിത് കുമാറിനെതിരെ കടുത്ത നടപടിയില്ല. DGPയുടെ റിപ്പോർട്ടിന്മേൽ താക്കീത് നൽകാനാണ് സർക്കാർ തലത്തിലെ ആലോചന. പൂരം കലക്കലിൽ ഉയർന്ന വിവാദങ്ങളെ തുടർന്ന് സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് മുൻ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് M.R. അജിത് കുമാറിന്റെ ഇടപെടലുകൾ അന്വേഷിച്ചത്. തൃശൂർ പൂരം അലങ്കോലമായ സമയത്ത് അവിടെ ഉണ്ടായിരുന്നിട്ടും ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP M.R. അജിത് കുമാർ ഇടപെട്ടില്ല എന്നായിരുന്നു കണ്ടെത്തൽ. കൃത്യവിലോപം നടത്തിയ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ശുപാർശയാണ് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആഭ്യന്തര സെക്രട്ടറിക്ക് അജിത് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന P. വിജയന്റെ ആരോപണവും ശരിവെച്ച് രണ്ടാമത്തെ റിപ്പോർട്ടും നൽകി. ഇതും അംഗീകരിച്ച് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ഫയൽ അയച്ചു. എന്നാൽ 2 റിപ്പോർട്ടുകളും നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖരന് സർക്കാർ തിരിച്ചയക്കുകയാണ് ചെയ്തത്. റവാഡ ചന്ദ്രശേഖർ ഫയൽ പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. അജിത് കുമാറിനെ പോലീസിൽ നിന്ന് എക്സൈസിലേക്ക് മാറ്റിയതിനാൽ കടുത്ത നടപടി വേണ്ടെന്നും സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്നുമാണ് DGP റവാഡ ചന്ദ്രശേഖറിന്റെ അഭിപ്രായം. മുൻ DGPയുടെ റിപ്പോർട്ടിൽ ഈ ശുപാർശ എഴുതി ചേർത്തു. ഇതോടെ ADGP M.R. അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം താക്കീത് നൽകി അവസാനിപ്പിച്ചേക്കുമെന്നാണ് സൂചന. TCV ന്യൂസ്, തൃശൂർ. വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുകയെന്ന ആവശ്യവുമായി SDPI തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് കവാടത്തിൽ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രതിഷേധ യോഗം SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു. അജ്മൽ ഇസ്മായിൽ, TM അക്ബർ, യഹിയ മംഗലാംകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. വോട്ടുകൊള്ളക്കെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ
നമ്മുടെ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വം. ഇടവേള. ഗോബോ നന്ദിര ടി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ദേശമംഗലത്ത് ഉപയോഗശൂന്യമായ പാറമടയിൽ ഉടമയായ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം താമസിക്കുന്ന പൂക്കോഴി മുട്ടത്ത് വീട്ടിൽ രവിയാണ് മരിച്ചത്. മോട്ടോ കേടുവന്നതിനെ തുടർന്ന് നന്നാക്കാനായി പോയതായിരുന്നു. ഏറെ വൈകിട്ടും കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പാവറട്ടി പെരിങ്ങാട് സ്വദേശിയായ ബാർ ജീവനക്കാരനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. വരടിയം ചിരക്കാട്ടുകുഴിയിൽ രാഹുലിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ 16-നാണ് കേസിനാസ്പദമായ സംഭവം. ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ബാർ ജീവനക്കാരനെയും സഹപ്രവർത്തകനെയും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ആധുനിക സൌകര്യങ്ങളോടെ ഡയാലിസിസ് വാർഡ് തുറന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ആയുരാരോഗ്യ സൌഖ്യം പദ്ധതിയുടെ സഹകരണത്തോടെ 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ വാർഡ് ഒരുക്കിയത്. നേരത്തെ 12 ഡയാലിസിസ് മെഷീനുകളാണ് ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്നത്. പുതിയതായി 4 മെഷീനുകൾ കൂടി സ്ഥാപിച്ചു. നിലവിൽ ദിവസവും 20 പേർക്കാണ് ഡയാലിസിസ് സേവനം നൽകുന്നത്. വിദഗ്ധ ഡോക്ടർമാർക്ക് കീഴിൽ 3 നഴ്സുമാരും 7 ടെക്നീഷ്യന്മാരും ഡയാലിസിസ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. എടത്തുരുത്തിയിൽ വിസ്മയ കാഴ്ചയൊരുക്കി ചെണ്ടുമല്ലിപ്പാടം. സീഡ് ഫാമിലെ ജീവനക്കാരാണ് ഓണവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് നേട്ടം കൊയ്തത്. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ കൃഷി ഓഫീസർ S. മിനി, കൃഷി അസിസ്റ്റന്റ് B. പ്രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ പോയിന്റ് പട്ടികയിൽ മുന്നേറാൻ തൃശൂർ ടൈറ്റൻസ് ഇന്നും വീണ്ടും ഇറങ്ങുന്നു. കൊച്ചി ബ്ലൂ ടൈഗേഴ്സാണ് എതിരാളികൾ. ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. കളിച്ച 3 മത്സരങ്ങളും ജയിച്ച് 6 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. 3 കളികളിൽ 2 ജയവും 1 തോൽവിയുമടക്കം 4 പോയിന്റുള്ള തൃശൂർ 3-ാം സ്ഥാനത്താണ്. ദേശാഭിമാനി തൃശൂർ യൂണിറ്റിന്റെ 25-ാം വാർഷികാഘോഷം തൃശൂർ പെരുമ എന്ന പേരിൽ ഈ മാസം 30, 31 തീയതികളിലായി നടക്കും. കേരളവർമ്മ കോളേജിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിർവഹിക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സെമിനാറുകൾ, സിംപോസിയങ്ങൾ, പ്രദർശനങ്ങൾ, ഭക്ഷ്യമേള തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ MV നാരായണൻ, ജനറൽ കൺവീനർ KV അബ്ദുൾ ഖാദർ, ഫെസ്റ്റിവൽ കോർഡിനേറ്റർ IP ഷൈൻ, അക്കാദമിക് കൺവീനർ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. വിയൂർ യുവജന സംഘം പുലിക്കളി സമിതിയുടെ കൊടിയേറ്റം കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ നിർവഹിച്ചു. പുലിക്കളി സംഘം ഭാരവാഹികളായ TS സുമേഷ്, KK ദാസൻ, AK ജയകൃഷ്ണൻ, സ്മിനി ഷിജോ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. നിങ്ങളുടെ
ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ട്. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. വാർത്തയിലേക്ക്. സാമവേദ ആവണി അവിട്ടം തമിഴ് ബ്രാഹ്മണർ ആഘോഷിച്ചു. പഴയനടക്കാവ് പാണ്ഡ്യ സമൂഹ മഠത്തിൽ തൃക്കൂർ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സമൂഹം പ്രസിഡന്റ് ദേവനാരായണൻ, സെക്രട്ടറി S. ശിവരാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പൊയ്യ പഞ്ചായത്തിലെ 37-ാം വാർഡ് കോൺഗ്രസ് സ്നേഹസംഗമം റോജി M. ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി. മുൻ MP TN പ്രതാപൻ, NS വിജയൻ, TM നാസർ, ബൈജു കണ്ടപ്പശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇത്രയും വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കുവാനായിട്ട് മെമ്പറും അവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കളുമൊക്കെ അതിന് തയ്യാറായി എന്ന് പറഞ്ഞാൽ ചാലിശ്ശേരി പെരുമണ്ണൂർ ഫുട്ബോൾ അസോസിയേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം ലക്ഷ്യമാക്കിയുള്ള പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ രക്ഷാധികാരി ഉണ്ണി മങ്ങാട് അധ്യക്ഷത വഹിച്ചു. ഇതുപോലെ ചെണ്ടുമല്ലിയും പിന്നെ പയറ്, വഴുതന, തക്കാളി, കൂർക്ക, മധുരക്കിഴങ്ങ്, ചീര എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിളവെടുപ്പ് തുടക്കം കുറിച്ചു. വലിയ ആഘോഷമായിട്ട് ഉത്സവമായി. ലയൺസ് ക്ലബിന്റെ സേവന പദ്ധതികളുടെ ഭാഗമായി നിർമ്മിച്ച മനപ്പടിയിലെ വടക്കൂട്ട് ചാക്കുണി മെമ്മോറിയൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയർ VC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റിജീന, KM അഷ്റഫ്, സിന്ധു അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ആർട്ടിസ്റ്റ് സോമൻ അധീനയും 100-ൽ പരം ശിഷ്യരും ചേർന്ന് മുകുളങ്ങൾ എന്ന പേരിൽ ഒരുക്കുന്ന ചിത്രകലാ പ്രദർശനം വ്യാഴാഴ്ച തൃശൂർ ലളിതകലാ അക്കാദമിയിൽ ആരംഭിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രദർശനം. സോമൻ അധീന, ഹരിദാസ് ശ്രീധരൻ, V. രാമകൃഷ്ണൻ, ആർട്ടിസ്റ്റുകളായ AM രഞ്ജിനി, ശ്രീകലാ ദേവാനന്ദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വല്ലച്ചിറ പഞ്ചായത്ത് വികസന പ്രചരണ കാൽനട ജാഥയ്ക്ക് തുടക്കം. CPM ജില്ലാ കമ്മിറ്റി അംഗം T. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ് അധ്യക്ഷത വഹിച്ചു. P. ചന്ദ്രൻ, CU പ്രിയൻ, KK അനിൽ, OS സുബീഷ് എന്നിവർ സംസാരിച്ചു. വാണിജ്യം. ഫർണിച്ചർ നിർമ്മാണ വിപണന രംഗത്ത് 40 വർഷത്തെ പാരമ്പര്യവുമായി ഉപഭോക്താക്കളുടെ വിശ്വാസ്യതയിൽ ജൈത്രയാത്ര തുടരുന്ന ചൊവ്വൂരിലെ ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ ആകർഷകമായ ഡിസ്കൗണ്ടുകളും സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളുമായി ഓണാഘോഷത്തെ വരവേൽക്കാനൊരുങ്ങി. ഫർണിച്ചർ ഗ്രാമമായ ചൊവ്വൂരിൽ
ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചറിന് 3 ഷോറൂമുകൾ ആണുള്ളത്. സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതിനാൽ ഗുണനിലവാരത്തിൽ മുൻപന്തിയിലാണ് ഇവിടുത്തെ ഫർണിച്ചറുകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരുടെയും അഭിരുചിക്കിണങ്ങുന്ന ഡിസൈനുകളിൽ ഈട്ടി, തേക്ക്, മഹാഗണി തുടങ്ങിയ ഉയർന്ന ഗുണനിലവാരമുള്ള മരങ്ങളാൽ രൂപകൽപ്പന ചെയ്ത ഫർണിച്ചറുകളുടെ വിസ്മയ ശേഖരമാണ് ഈ ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നത്. വീട്, ഫ്ളാറ്റ്, ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് ആവശ്യമായ വിവിധ മോഡലുകളിലുള്ള സോഫ സെറ്റി, ഡൈനിങ് ടേബിൾ, കട്ടിൽ, ദിവാൻ കോട്ടുകൾ, അലമാരകൾ, കിഡ്സ് ഫർണിച്ചറുകൾ, മാട്രസുകൾ തുടങ്ങിയവ ഉപഭോക്താക്കളുടെ ബജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കാം. രാജകീയത തുളുമ്പുന്ന ഫുൾ കവർ സോഫ സെറ്റുകൾ, ക്ലാസിക് ഫർണിച്ചറുകൾ, ന്യൂജൻ ഡിസൈൻ ഫർണിച്ചറുകൾ തുടങ്ങിയവ ഇവിടുത്തെ സവിശേഷതയാണ്. ചൊവ്വൂർ ചെറിയ കപ്പേളയ്ക്ക് സമീപമുള്ള പുതിയ ഷോറൂമിൽ ദേവസി പുല്ലോക്കാരൻ ബ്രാൻഡഡ് ഫർണിച്ചറുകൾ ഗ്യാരണ്ടി കാർഡോടുകൂടിയാണ് വിൽപ്പന നടത്തുന്നത്. ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം 3 ഷോറൂമുകളിലും EMI സൗകര്യം ലഭ്യമാണ്. എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്ന ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചറിന് മറ്റെവിടെയും ബ്രാഞ്ചുകളില്ലെന്ന് ഉടമ ദേവസി പുല്ലോക്കാരൻ അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ഫർണിച്ചറുകൾക്ക് മികച്ച ഡിസ്കൗണ്ടുമായി തൃശൂർ പേരാമംഗലത്തെ പെർഫെക്റ്റ് ഹോമിന്റെ ഓണം മെഗാ സെയിൽ. ഇതിനോടകം ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച സ്ഥാപനമാണ് 6 വർഷമായി തൃശൂർ കുന്നംകുളം റോഡിൽ പേരാമംഗലം സെന്ററിൽ ജോയ്സ് റെസിഡൻസി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന പെർഫെക്റ്റ് ഹോം ഫർണിഷിംഗ് ആൻഡ് ബ്ലൈൻഡ്സ്. ഓഫീസുകളിലേക്കും വീടുകളിലേക്കും ആവശ്യമായ എല്ലാത്തരം ഫർണിച്ചറുകളും മിതമായ വിലയിൽ ലഭ്യമാക്കുന്ന പെർഫെക്റ്റ് ഹോം ഇക്കുറിയും ഓണത്തിന് കൂടുതൽ ഡിസ്കൗണ്ടുകളുമായാണ് മെഗാ സെയിലിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. തേക്ക്, അക്വേഷ്യ, മഹാഗണി, റബ്വുഡ് മരങ്ങളിൽ മികച്ച ഗുണമേന്മയിലും വൈവിധ്യമാർന്ന ഡിസൈനുകളിലും നിർമ്മിച്ച ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരമാണ് വിശാലമായ ഷോറൂമിൽ സജ്ജമാക്കിയിട്ടുള്ളത്. വിവിധ മോഡലുകളിലുള്ള സെറ്റുകൾ, ടീപ്പോയ്, ഡൈനിങ് ടേബിൾ, കസേരകൾ, കട്ടിലുകൾ, കിഡ്സ് ടേബിൾ സെറ്റ്, സ്റ്റീൽ അലമാരകൾ, ഫൈബർ ചെയർ, ഓഫീസ് ചെയറുകൾ, ടേബിളുകൾ, ബെഡുകൾ, റബ്ബർ മാറ്റുകൾ, ഫ്ലോർ മാറ്റുകൾ, ഫ്ലവർ വേസുകൾ, ഫ്രെയിം ഫോട്ടോസ് എന്നിവയുടെ ആകർഷകമായ കളക്ഷനുകളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ബെഡുകൾ 5 മുതൽ 50% വരെ സ്പെഷ്യൽ ഓഫറുകളിലൂടെ സ്വന്തമാക്കാം. കൂടാതെ പെർഫെക്റ്റ് ഗ്രൂപ്പിന്റെ സ്വന്തം ഉൽപ്പന്നമായ PVC കർട്ടനും സീബ്ര കർട്ടനും മിതമായ നിരക്കിൽ ആവശ്യാനുസരണം ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു. ആവശ്യക്കാർക്ക് ഉൽപ്പന്നങ്ങൾ സൗജന്യമായി വീടുകളിൽ എത്തിച്ചും നൽകും. ഓർഡറുകൾക്കും കൂടുതൽ വിവരങ്ങൾക്കും 9846415590. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണ്ണ ഗ്രാമിന് 9355 രൂപ, പവന് 74,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പൊന്നോണത്തിന്റെ വരവറിയിച്ച ഇന്ന് അത്തം. ഓണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. തൃശൂരിൽ 4 ഓണ നാളിൽ നടക്കുന്ന പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി. പുലിക്കളിക്ക് ഇത്തവണ 9 സംഘങ്ങൾ. 3 പിടികൾ ടാങ്കർ ലോറി സ്കൂട്ടറിലിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കയ്പമംഗലം സ്വദേശിനി മരിച്ചു. ദേശീയപാത പട്ടിക്കാട് മേൽപ്പാതയിൽ പിക്കപ്പ് വാനിന് പിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിവാദം അവസാനിച്ചതായും ഈ വിഷയത്തിൽ ഇനി ചർച്ചയില്ലെന്നും പ്രതിപക്ഷ നേതാവ് ED സതീശൻ. CPM അഹങ്കരിക്കേണ്ടതും ചില കാര്യങ്ങൾ ഉടൻ പുറത്തു വരാനുണ്ടെന്നും സതീശൻ. MR അജിത് കുമാറിനെതിരെ അന്വേഷണത്തിൽ വിജിലൻസ് കോടതിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിജിലൻസ് കോടതി മതിയായ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും വിശദവാദം കേൾക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.